അങ്ങനെ ഉന്നക്കായൊക്കെ ഒന്ന് ദഹിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മള് ഒരു ഫ്രൂട്ട്സ് കടയിൽ കയറിയിട്ടാ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. കൂട്ടത്തിൽ നമുക്ക് ചായ കുടിക്കാമെന്നുള്ള ഒരു ഇതിൽ നമ്മളവിടെ അടുത്തുള്ള ഒരു കടയിൽ കയറിയിട്ടാ ഇനി ഒരു ഉൾപ്രദേശത്തോട്ടാണ് കയറാൻ പോണത്. അപ്പം പിന്നെ അവിടെ കാടും മേടൊക്കെ മാത്രമേ ഉള്ളൂ, കടകളൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് കടകൾ ഒക്കെ ഇല്ലാണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ വേഗം സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാമെന്ന് ഓർത്തിട്ടാ. കയറി കഴിഞ്ഞപ്പോഴേക്കും മിക്കുന് വീണ്ടും വിശപ്പിൻ്റെ വിളി വന്നിട്ടാ. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ചിട്ട് അത് അവിടെ ഇരുത്തിയേക്കാണ് കഴിക്കാനായിട്ട്. ഞങ്ങൾ ഒരു 3 കാപ്പിയും പറഞ്ഞ് അമ്മച്ചിക്കുള്ള കാപ്പി ഞാൻ കാറിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടാ. അപ്പം ഞങ്ങൾക്കുള്ള കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളിവിടെ നിൽക്കേണ്ട. മിക്കൂസൊക്കെ അവിടെ കഴിച്ചുകൊണ്ടിരിക്കണം. ചായ ഒന്നും കുടിക്കാണ്ട് ഇറങ്ങി പോകുന്നത് ഞാൻ ഭയങ്കര വിശപ്പുണ്ട് മിക്കുനെ. ഉന്നക്കായൊക്കെ ഒന്നും കൊടുത്തിട്ട് ഒന്നും ആശാനായിട്ടില്ല. അപ്പം നമ്മളിവിടെ കാപ്പിയൊക്കെ കുടിച്ച് നിന്ന് പിള്ളേർക്കുള്ള സ്നാക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്കും ഒന്ന് വിശപ്പൊക്കെ അടക്കി കഴിഞ്ഞിട്ട് വേണം ഇനിയിപ്പോൾ നമുക്ക് പോകാൻ. ഇനിയിപ്പോൾ നമുക്ക് കയറി പോകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് റബ്ബർ തോട്ടവും കുറച്ച് ഇങ്ങനെ ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിലായിട്ടാണ് നമ്മളുടെ ഈ വീട്. അപ്പോൾ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ അത് ഏകദേശം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തുടരേണ്ട. ഇനിയിപ്പോൾ നല്ല രസമാണ് ആ സ്ഥലത്തോട്ടൊക്കെ ചെല്ലുമ്പോൾ. ഇനിയിപ്പോൾ കുറച്ച് ഇരുട്ടായി പോയത് ഇറങ്ങിയത്, കുറച്ച് നേരത്തെ വന്നുവെച്ചെങ്കിൽ കാടിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി കാണാൻ പറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മലയാറ്റൂർ പള്ളി കടന്ന് ട്ടൊക്കെ വേണം നമുക്ക് പോകാനായിട്ട്. അങ്ങനെ നമുക്ക് കുറച്ച് യാത്രയും കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതേ കണ്ട ഫോറസ്റ്റ് ഏരിയയുടെ ഉള്ളിൽ കൂടിയായിട്ടാണ് പോണത്. ഇപ്പുറം മുഴുവൻ ചുറ്റും കാടിൻ്റെ നടുക്കായിട്ടാണ് ഈ ഒരു വീട്.